ഡൊമിനിക് അരുണിന്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര റിലീസ് ചെയ്തതിനു ശേഷം ബോക്സ് ഓഫീസിൽ ഒരു കുതിപ്പായിരുന്നു നടത്തിയത്. എന്നിരുന്നാലും ചിത്രം 28-ാം ദിവസം പിന്നിട്ടപ്പോൾ കളക്ഷനിൽ ഒരു ഇടിവുണ്ടായിരിക്കുകയാണ്. ഇതോടെ ചിത്രം OTT-യിൽ എത്തുമോ എന്നതാണ് പ്രധാന ചോദ്യം. സംവിധായകൻ ഡൊമിനിക് അരുണിന്റെ ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറുകയാണ്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ്. ലോക ശക്തമായി നിലകൊള്ളുക മാത്രമല്ല, എക്കാലത്തെയും മികച്ച റാങ്കിങ്ങിൽ ബ്ലോക്ക് ബസ്റ്റർ മലയാള ചിത്രങ്ങളെ മറികടക്കുകയും ചെയ്തു. ചിത്രത്തിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ആയി കല്യാണി മാറി. എന്നിരുന്നാലും ചിത്രം 28-ാം ദിവസം പിന്നിട്ടപ്പോഴേക്കും കളക്ഷനിൽ ഒരു ഇടിവ് ഉണ്ടായിരിക്കുകയാണ്. ബുധനാഴ്ച എല്ലാ ഭാഷകളിലുമായി ഈ ചിത്രം ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1 കോടി രൂപ നേടി. ഇതോടെ ആകെ 141.25 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം ലഭിച്ചത്. ആദ്യ 3 ആഴ്ചകളിൽ ചിത്രം സ്ഥിരത നിലനിർത്തിയിരുന്നു. 27-ാം ദിവസമായപ്പോഴേക്കും 140 കോടി രൂപ കടന്നു. 23-ാം ദിവസം ചിത്രം 1.7 കോടി രൂപയും, ശനിയാഴ്ച 3.25 കോടി രൂപയും, ഞായറാഴ്ച 4.1 കോടി രൂപയും നേടി. വാരാന്ത്യത്തിനു ശേഷം ചിത്രം തിങ്കളാഴ്ച 1.25 കോടി രൂപയും, ചൊവ്വാഴ്ച 1.15 കോടി രൂപയും, ഒടുവിൽ ബുധനാഴ്ച 1 കോടി രൂപയുമായി കുറഞ്ഞു. അതേസമയം സിനിമ ഇനി OTT-യിലേക്ക് എത്തുമോ എന്നാണ് സിനിമാ പ്രേമികൾ ചോദിക്കുന്നത്. പക്ഷേ ഏതായാലും OTT റിലീസ് ഉടനില്ലെന്നും എന്തിനാണ് ഇത്ര ധൃതിയെന്നുമാണ് ദുൽഖർ സൽമാൻ ചോദിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ലോകയുടെ OTT റിലീസിനെ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും നടൻ കൂട്ടിച്ചേർത്തിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.